ജേർണൽ ചെയ്യുന്ന സ്വയം ഉള്ളിൽ ഒരു ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്നർ ഹാപ്പിനെസ് തേടുന്ന ഒരു ഗായത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയൊരു വേർഷനാണ്. അതാണ് ശരിക്കും ഞാൻ. ഓ റിയലി. ലൈഫിൽ ഏറ്റവും ചേർത്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? 5 വേണ്ട, 3 പറഞ്ഞാൽ മതി. 3 കാര്യങ്ങൾ. സിനിമ, ദൈവം ആൻഡ് മാധവന്റെ മെമ്മറി. ഫോക്കസ് തന്നെ അങ്ങടേക്ക് മാറിപ്പോണ്ടായിരുന്നു. അത് മാധവൻ എന്ത് ചെയ്യണം, മാധവൻ അത് ചെയ്തു കൊടുക്കണം, മാധവൻ തല തിരിഞ്ഞു നോക്കിയാ മാധവൻ തല തിരിഞ്ഞു നോക്കി. എന്താണ് ഉള്ളിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി പങ്കുവെക്കാൻ പറ്റുവാണെങ്കിൽ? ഫിയർ ഓഫ് ഡെത്ത്. അതെന്നെ ഭയങ്കരമായിട്ട് കുറച്ചു കാലം അലട്ടി. എന്റെ മുമ്പിൽ കിടന്നിട്ടാ മരിച്ചതേ. ഇത്രയേ ഉള്ളൂ, ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഏത് സമയത്തും. സൗഹൃദങ്ങളെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് പറയൂ. ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് എന്ന് പറയാൻ മാത്രം എനിക്ക് തോന്നണോ, എനിക്ക് അങ്ങനെ ആരുമില്ല. പക്ഷെ അതെന്താ ഗായത്രി? അതെന്താ ഗായത്രി എന്ന് ചോദിച്ചു. ഗായത്രി, യെസ് ചേച്ചി. ഗായത്രി ഇന്നസെന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു ടാഗാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ഓ താങ്ക് യു. ഇന്റർവ്യൂസോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഓപ്പണായിട്ട് ബോൾഡായിട്ട് കാര്യങ്ങൾ പറയും. എന്നാൽ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഈ വിമർശനങ്ങൾ നമുക്കിപ്പോ കൂടെ വരുന്നൊരു കാര്യമാണല്ലോ. അതിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വിമർശനങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ? ഞാൻ കൂടുതൽ വിമർശനങ്ങൾ കേൾക്കാ എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ കേൾക്കുക എന്നല്ലാതെ അങ്ങനെ ഞാൻ അതിലോട്ട് പോവാറില്ല. അപ്പോ വലിയ കുഴപ്പമില്ലാതെ പോണു. പക്ഷെ എപ്പോഴെങ്കിലും വിമർശനങ്ങൾ നല്ലതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാം, പഠിക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിമർശനങ്ങളിൽ നിന്ന് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പൊ എനിക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് തോന്നും അല്ല ഇവരൊക്കെ വെറുതെ പറയണതാണ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ശരിയാണ്, ആൾക്കാർ പറയുന്നതിലും ഒരുപാട് കാര്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നൊക്കെ തോന്നും. എന്താണ് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു പോയിന്റ്? ഇപ്പോ ഞാൻ കുറച്ചുകൂടി കാലം മുമ്പ് നോക്കുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിരുന്നു. അല്ല വളരെ ഓപ്പൺ ആയിരുന്നു. അത് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഇത്രയും ഓപ്പൺ ആവരുത് എന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ ശരിയാണ് അവര് പറഞ്ഞത്. അത്ര ഓപ്പൺ ആവേണ്ട ഒരു സ്പേസ് നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ട് ഇന്റർവ്യൂസിലായാലും പുറത്ത്. ഈ സിനിമ ചൂസ് ചെയ്ത് വന്നാണോ? അങ്ങനെ വന്നല്ലേ? സിനിമ ആണ് എന്റെ അങ്ങനെ വന്നല്ലേ? അപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ മറ്റൊരാളായിട്ട് പലയിടത്തും നിൽക്കേണ്ടി വരുന്നതിന്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല ചേച്ചി, അതിപ്പോ ഓരോ സ്ഥലത്ത് ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ പെരുമാറേണ്ട രീതി ഉണ്ടല്ലോ. അവിടെ നമ്മുടെ ഫുൾ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റില്ല. നമ്മളൊരു പേഴ്സോണ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളെ കാണിക്കുക. അതുപോലെ തന്നെ സിനിമയിലും ഒരു പറയേണ്ടടുത്ത് പറയേണ്ട കാര്യം പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അത് നമ്മളതിനെ നല്ല രീതിക്ക് എടുത്താൽ കുഴപ്പമില്ല. ഇത് പ്രിൻസിപ്പിൾസ് ആണ്, അതിനൊന്ന് ഫോളോ ചെയ്യണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോ വർക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ ബിഫോർ ഒരു ബാങ്ക് സെക്ടറിലാണ് വർക്ക് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയാ ഒരു കൃത്യതയൊക്കെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളിലൊക്കെ. ഞാൻ മറ്റേ ഹെഡ് ഓഫീസിലായിരുന്നു, ബ്രാഞ്ചിലായിരുന്നില്ല. അപ്പൊ മണി കൈകാര്യം ചെയ്തിരുന്നത് എന്തായിരുന്നു? ഞാൻ അഡ്വർടൈസിംഗ് ആയിരുന്നു. അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ നോട്ട്സ് പ്രോസസ് ചെയ്യുക, അതൊക്കെ ആയിരുന്നു എന്റെ ജോലിയുടെ ഭാഗമായിട്ട്. ആവുമ്പോഴാണല്ലോ നമ്മുടെ ഈ പൈസ മണി കൈകാര്യം അത് മാറ്റി ജോലി വിട്ടോളൂ. അല്ലാതെയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊരു കൃത്യതയും നോക്കി കണ്ട് ചിലവഴിക്കുക, അല്ലെങ്കിൽ ഇന്ന് ആഘോഷിക്കുക, നാളെ വരുമ്പോ വരും, ഏതാണ് അത് കയ്യിൽ എത്ര പൈസ ഉണ്ട് അനുസരിച്ചിരിക്കും. ഞാനൊരു സ്പെൻഡ് ത്രിഫ്റ്റ് ആണ്. എനിക്ക് ഒരുപാട് ചെലവാക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്നാൽ വേണ്ട കാര്യത്തിന് ചെലവാക്കുക എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. വേണ്ട കാര്യത്തിന് ചെലവായി അതുപോലെ തിരിച്ചും വരും എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, അത് നല്ലൊരു പ്രിൻസിപ്പിളാണ്. യു സ്പെൻഡ് യു ഏൺ യു ഗെറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സൗഹൃദങ്ങളെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് പറയൂ. ഞാൻ ഗായത്രി പെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, അമ്മേനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സൗഹൃദങ്ങളെ പറ്റി അങ്ങനെ അധികം ഞാൻ ഓഫീസ് സ്പേസിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാങ്കിൽ ഉള്ള ടൈമില്. ഇപ്പോൾ ഉള്ള സൗഹൃദങ്ങൾ, സിനിമയിൽ വന്നതിന് ശേഷമുള്ള സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ്? സൗഹൃദങ്ങൾ എനിക്ക് വളരെ അടുത്ത സൗഹൃദങ്ങൾ കുറവാണ്. പക്ഷെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ചേച്ചി എന്റെ ഫ്രണ്ടാണ്. നമ്മൾ എന്താ പറയാ, ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ അല്ലാതെ ഇങ്ങനെ എടുത്ത് ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് എന്ന് പറയാൻ മാത്രം എനിക്ക് തോന്നണോ, എനിക്ക് അങ്ങനെ ആരുമില്ല. പക്ഷെ അതെന്താ ഗായത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ ഡോണ്ട് ഹാവ് എ ക്ലോസ് ഫ്രണ്ട്. നേരത്തെയില്ല? നേരത്തെ ഉണ്ടായിരുന്നു. അയ്യോ, നേരത്തെ ഫ്രണ്ട്സ്
എന്ത് പറ്റി, എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നെ ഞാൻ എന്റെ ഭയങ്കര അംബിഷ്യസ് ആയി മാറി. ഞാൻ ഇപ്പോഴും ഭയങ്കര അംബിഷ്യസാ. ഓക്കെ. അപ്പോ അംബിഷ്യസ് ആവുമ്പോ നമുക്ക് ബന്ധങ്ങൾ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് നമ്മുടെ ഫോക്കസ് അതിലേക്കായി, അങ്ങനെയാണോ? ഞാൻ എന്താ വെച്ചാ ഇപ്പൊ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകും. മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫോക്കസ് കരിയറിലേക്ക്. അല്ലാതെ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്തതോ അങ്ങനെയൊന്നും അല്ല. ഞാൻ അംബിഷ്യസ് ആയതുകൊണ്ട് അങ്ങനെ അത് ഇനിയിപ്പോ പറയാന്ന് പറയും. നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ ഇല്ലാതെയാവും. നമ്മുടെ ഫോക്കസ് ഇതിലേക്ക് മാത്രമാവുന്നു എങ്കിൽ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് ആ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ അടുത്തേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ട് ഇപ്പോ? എത്തിക്കൊണ്ടിരിക്കണു, എന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയുണ്ട് കുറെ പോവാ, ഇനിയും ഒരുപാട് എത്താനുണ്ട്. എന്നാലും പക്ഷെ എന്നും സക്സസ് ഉണ്ടാവുന്നുണ്ട്, എന്നും എനിക്ക് സന്തോഷം തരുന്ന മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മളിവിടെ ഈ പ്രോഗ്രാമില് നല്ല ഭക്ഷണമായിരുന്നു, നല്ല ലഞ്ചായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്ന കാര്യമാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പോലെ ലൈഫിൽ ഏറ്റവും ചേർത്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഒന്ന് സിനിമയാണ്, അതുപോലെ ഒരു 5 കാര്യങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ. സിനിമ 5 വേണ്ട, 3 പറഞ്ഞാൽ മതി. 3 കാര്യങ്ങൾ. സിനിമ, ദൈവം, ആൻഡ് മാധവന്റെ മെമ്മറീസ്. ഓ, മറ്റേ പെറ്റിന്റെ മെമ്മറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പെറ്റ് അതായിരുന്നു? അവനായിരുന്നോ? എത്ര വയസ്സുണ്ടായിരുന്നു? 3 വയസ്സ്. ഒരുപക്ഷെ ഈ മനുഷ്യരുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ കൂടുതൽ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? അവനുമായിട്ടുള്ള ഒരു റിലേഷനില് എനിക്കൊരു പെറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്റെ ഈ ഫോക്കസ് തന്നെ അങ്ങടേക്ക് മാറിപ്പോണ്ടായിരുന്നു. അത് മാധവൻ എന്ത് ചെയ്യണം, മാധവൻ അത് ചെയ്തു കൊടുക്കണം, മാധവനൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മാധവൻ തല തിരിഞ്ഞു നോക്കിയാ തല തിരിഞ്ഞു നോക്കി, മാധവൻ നീറ്റ് നടന്നോ. അങ്ങനെ നമുക്ക് നമ്മുടെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു ഭയങ്കര ഒരു സ്ട്രെസ് ബേസ്റ്റും ഒരു സ്ട്രെസ് റിലീഫും ഒക്കെയാണ് അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. ശരിക്കും ഞാൻ നേരിട്ട് അറിഞ്ഞു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എന്താണ് സ്ട്രെസ് ഒരു റിലീഫിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ? സ്ട്രെസ് എന്തായാലും നമുക്കുണ്ട് ഈ ഒരു ഫീൽഡില്. ഞാൻ വർക്ക്ഔട്ട് ചെയ്യും നല്ല രീതിക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ കുറവാണ്, അത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ ഒരു കാഴ്ചപ്പാടില് സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഇതെല്ലാം ഫോളോ ചെയ്യുന്ന അങ്ങനെ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഞാൻ പോസ്റ്റ് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഈ പറയുന്ന പോലെ എന്റെ ഒരു സിനിമ ഈ അടുത്ത് ഇറങ്ങി, അപ്പൊ അതിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായി പോകുമ്പോ ഒരുപാട് മീഡിയാസ് വരും. അപ്പൊ അങ്ങനെ അവരെല്ലാരും എടുക്കുമ്പോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അത് ഇഷ്ടമാണോ? സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എന്നെ കണ്ടാൽ ഞാൻ സിനിമ മാറ്റി നിർത്തിയാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പേസിൽ ചെന്നാലൊക്കെ ശ്രദ്ധ നമ്മളിലേക്ക് വീണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്? അങ്ങനെ എന്നെ പറ്റി പലരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് ശ്രദ്ധ ഇഷ്ടം അല്ലാത്ത ആളാണ് സത്യം പറഞ്ഞ. ഓക്കെ, നാച്ചുറലി വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര ശ്രദ്ധ എന്റെ മേളിൽ വരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ടെൻഷനാണ്. എന്താണ് ഉള്ളിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി പങ്കുവെക്കാൻ പറ്റുവാണെങ്കിൽ? ഇൻസെക്യൂരിറ്റി എനിക്ക് സിനിമ നമുക്ക് മാറ്റി നിർത്തി സംസാരിക്കാം. നമുക്ക് അല്ലാതെ നമുക്കൊരു 2 ഫ്രണ്ട്സ് സംസാരിക്കുന്ന രീതിയിൽ സിനിമ നമുക്ക് നമ്മൾ ഓഫ് സ്ക്രിപ്റ്റ് ആണല്ലോ, അപ്പം സിനിമ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ നമ്മൾ ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എനിക്ക് ഈ അടുത്ത് വന്നൊരു ഈ മാധവൻ മരിച്ചപ്പോ പിന്നെ വന്നൊരു പേടിയാണ് ഫിയർ ഓഫ് ഡെത്ത്. അതെന്നെ ഭയങ്കരമായിട്ട് കുറച്ചു കാലം അലട്ടി. അതെ, ഞാൻ വിചാരിച്ചു മാധവൻ മരിച്ചപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല രീതിക്കാണ് നടക്കണേ, ഞാൻ പെട്ടെന്ന് റിക്കവർ ചെയ്തു. പക്ഷെ എന്റെ മുമ്പിൽ കിടന്നിട്ടാ മരിച്ചതേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രേ ഉള്ളൂ, ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഏത് സമയത്തും. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം നടക്കണേ, മാധവനൊക്കെ മരിക്കേ എന്നുള്ള. അത് എന്നെ ഭയങ്കരമായിട്ട്. അപ്പോ അങ്ങനെ നമ്മുടെ ലൈഫിൽ ചിലപ്പം നമ്മളെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഇൻസിഡൻസ് നമ്മൾ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും എന്ന് പറയാറുണ്ട്. ഇപ്പം ഇവന്റെ മരണം മാറ്റി നിർത്തിയാൽ അതേപോലെയുള്ള ഒരു ഇൻസിഡന്റ് പറയാമോ നമുക്ക്? നമ്മുടെ ചിന്തകൾ മുഴുവൻ അവിടെ നിന്നൊരു ഷിഫ്റ്റ് സംഭവിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ആലോചിക്കാൻ പറ്റുന്നത്. 30 വയസ്സിന് ശേഷം, അത് ചിലപ്പോൾ വയസ്സിന്റെ മെച്യൂരിറ്റി വന്നതായിരിക്കും, 30 വയസ്സിന് ശേഷം ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഞാൻ ചെയ്യുന്നതിന്റെ പ്രോസസ്സ് മനസ്സിലായി തുടങ്ങി. അതാണ്. ഇപ്പോ 30 വയസ്സ് വരെ നമുക്ക് അറിയില്ല നമ്മൾ എന്താണ് ചെയ്യണത്, ഇതാണ് നമ്മള് ഒരു ബഹളമാണ്. അതെ, പിന്നെയാണ് നമുക്ക് കാമായി ഇവിടെ ഇതാണ് ചെയ്യണത്, ഇവിടെ ഇതാണ് ചെയ്യണത്. ഓക്കെ എല്ലാം ഇപ്പോ അറിയാം.
30 വയസ്സിന് ശേഷമാണ് ആ ഒരു അറിയാതെ സംഭവിച്ചു ഒരു അറിയാതെ സംഭവിച്ചു. ഞാൻ എഫേർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ മേളിൽ വർക്ക് ചെയ്യാനായിട്ട്. ഇനി മതി, പുറത്തത്തെ കാര്യങ്ങളൊന്ന് നിർത്തി ഒന്ന് സ്വയം കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. സ്വയം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ എന്താ? ഇനിയും നന്നാക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു ആക്ടിങ് തന്നെയായിരിക്കും. അല്ല, നമുക്ക് ആക്ടിങ് അല്ല, നമ്മുടെ ഒരു ക്യാരക്ടറിലാവാം. അങ്ങനെ വിചാരിക്കുന്ന ഒരു ഏരിയ എന്താ? ആക്ടിങ് നമുക്ക് എല്ലാവർക്കും ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം, അടുത്തതിൽ നന്നാക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്ക് കാണുമ്പോൾ അയ്യോ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് സ്ഥിരം തോന്നുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് സംഭവിച്ച ഒരു സമയത്ത് സ്വയം ആലോചിക്കുമ്പോൾ ഒരു ചേഞ്ച് വന്നു എന്ന് തോന്നുന്നത്. ചേഞ്ച് വന്നു എന്ന് തോന്നുന്നത് എന്റെ ഇന്റലക്ട് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. യെസ്, വായന ഉണ്ടോ? പുസ്തക വായനൊക്കെ ഉണ്ട്. ഞാൻ കുറെ സ്പീച്ചൊക്കെ കാണും. അപ്പൊ ഇന്റലക്ട് കുറച്ചുകൂടി നന്നായിട്ടുണ്ട് തോന്നുന്നു. അപ്പം പേർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ചേഞ്ച് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടോ അങ്ങനെ ഒരു ചേഞ്ച് ഒന്ന് മാറണം എന്ന് തോന്നാനായിട്ട്? ഈ സോഷ്യൽ മീഡിയ അതിനൊരു കാരണമാണോ? അതെ, അത് മാത്രമല്ല ചേച്ചി, എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരുന്നില്ലേ. പുറത്ത് ഒരുപാട് അറ്റൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളുകൊണ്ട് നമുക്ക്, അതായത് ഒരു എനിക്ക് എന്നെ ഒന്ന് അറിയണം, എന്റെ മുകളിലൊന്ന് വർക്ക് ചെയ്യണം എന്ന് തോന്നിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതാണ് ആ ഷിഫ്റ്റ്. ജേർണൽ എഴുതലുണ്ടോ? ജേർണൽ ചെയ്യും, ഞാൻ ഒരുപാട് എഴുതും. ഓക്കെ, അപ്പൊ എന്താണ് എഴുതാറ്? അതായത് നമുക്കിപ്പോ എനിക്ക് പരിചയമില്ലാത്തൊരു ഗായത്രി കേട്ടോ. ഞാനും ഭയങ്കര പബ്ലിക് ആയിട്ട് സംസാരിക്കുന്ന, വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളെ ആ ഒരു ഫേസ് എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഒരു ജേർണൽ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വയം ഉള്ളിൽ ഒരു ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരു ഇന്നർ ഹാപ്പിനെസ് തേടുന്ന ഒരു ഗായത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയൊരു വേർഷനാണ് സത്യമായിട്ട്. അതാണ് ശരിക്കും ഞാൻ. റിയലി ഗ്രേറ്റ്. അപ്പൊ ഞാൻ എഴുതി വെക്കും. ഇപ്പൊ ഞാൻ ഇവിടേക്ക് വരുമ്പോ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ എഴുതി വെക്കും. എന്നിട്ട് അതിന് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കണം. അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യും, ഇനി ചെയ്യരുത് എന്നുള്ളത് ചെയ്യില്ല. അതെ അതെ അതെ. ഗോൾസ് അങ്ങനെ എഴുതി വെക്കാറുണ്ട്? ഗോൾസ് അത് എഴുതി വെക്കാറുണ്ട്, പക്ഷെ പറയാൻ പറയണ്ട. അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിനിമ അല്ലാതെ അങ്ങനെ എഴുതി വെച്ച് നമ്മളിങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി, അങ്ങനെ എടുത്തു പറയാനില്ല. എത്തിപ്പെട്ടുകൊണ്ടിരിക്കുക. വലിയ ഏതൊരു ഗോളാണ്. യെസ്, ആണ്, എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറാറുണ്ട്. പണ്ടുള്ളവരൊക്കെ ഈ ആക്ഷൻ കട്ടിന്റെ ഇടയിൽ നിന്ന് ക്യാരക്ടറിനെ അവിടെ ഉപേക്ഷിച്ച് പോവാറാണ്. അപ്പം എപ്പോഴും പറയുന്ന, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ പറയുന്നത് നമുക്ക് ഒരു ഡെപ്ത് ഉള്ള ഒരു സാധനം കിട്ടുന്നില്ല, അത് നമ്മളവിടെ മറന്നു പോകുന്നു എന്നൊക്കെ. ഏതെങ്കിലും ഒരു കഥാപാത്രം നമ്മുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുട്ടി വിളിക്കാറുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ കുറെ ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തു എന്നല്ല പറയണേ, പക്ഷെ ചെയ്ത ക്യാരക്ടേഴ്സിൽ കുറെയൊക്കെ അതിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യും, അതുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ ചെയ്ത നേനുലേനി പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമയില് ആ കുട്ടി ഒരു അൺകണ്ടീഷണൽ ലവിന്റെ ആളാണ്. അപ്പൊ മേ ബി ഞാനത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ആ ഒരു ട്രേറ്റ് എനിക്കിഷ്ടാണ്, അങ്ങനെ മേ ബി ഞാൻ അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ ഉണ്ട്, സാധ്യതയുണ്ട്. ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും വിവാഹ കാര്യങ്ങൾ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ പറയുന്നു എന്നൊക്കെ പല ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒരു വലിയ ശതമാനം പെൺകുട്ടികളും വിവാഹം വേണ്ട എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തി നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞതിന് ശേഷം മതി എന്നുള്ളൊരു ഡിസിഷനിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏത് പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്? എനിക്ക് വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല, സത്യമായിട്ടില്ല. ഞാൻ ഇത് പണ്ട് തൊട്ട് ഈ 15 വയസ്സിൽ ഞാൻ ഈ പറഞ്ഞു വെച്ചതാണ്, അതൊന്നും മറന്നതാണ് ഈ കാര്യം. ഞാൻ പറയും എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് 15 വയസ്സിൽ, അത്രയല്ലേ ആയിട്ടുള്ളൂ, വെറുതെ പറയാലോ. അന്നങ്ങനെ പറയാനുള്ള ചേതോവികാരം എന്തായിരുന്നു? എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും, കല്യാണം കഴിക്കണ്ട. അല്ല, എനിക്ക് അന്ന് അങ്ങനെ പറയാനുള്ള കാര്യം എന്തായിരുന്നു? അത് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് വലിയ വലിയ തലങ്ങളുണ്ട്, അതിനൊന്നും നമുക്ക് പറയാം. അന്ന് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം മേ ബി എന്റെ ഫ്രീഡം പോവും എന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നല്ല നല്ല കല്യാണങ്ങളുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് അടിച്ചു പൊളിക്കുന്ന ഇതുണ്ട്. പക്ഷെ അന്നേ ഞാൻ വിചാരിച്ചതാണ്, അപ്പൊ ഇപ്പോഴും ഞാൻ അത് ഫോളോ ചെയ്യുന്നുണ്ട് സബ് കോൺഷ്യസ്ലി, എനിക്ക് കല്യാണം കഴിക്കണ്ട എന്നുള്ളത്. പക്ഷെ കല്യാണത്തിനെതിരെയൊന്നും അല്ല, നല്ലൊരാളെന്ന് പറഞ്ഞാൽ എനിക്ക് ചേരുന്ന ഒരാളെ, എല്ലാരും നല്ല ആൾക്കാരാണ്, എനിക്ക് ചേരുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ. നിന്റെ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പേസിനുള്ളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ മടിയുള്ള ഒരാളാണോ? അതൊരു സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ ആണെങ്കിലും ഫാമിലി മെമ്പർ ആണെങ്കിലൊക്കെ എൻ്റെ ഒരു ഇന്നർ സ്പേസ് ഉണ്ട്, അതിനിപ്പുറത്തോട്ട് ആരും വരണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? തൻ്റെതായിട്ടുള്ളൊരു ലോകം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? പിന്നെന്താ പറയുക, അവരെ എക്സ്പെക്ട് ചെയ്ത് തുടങ്ങും.
അതെനിക്ക് ബുദ്ധിമുട്ടാവും. അതാണ് എന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് എല്ലാവരോടും കൂട്ടുകൂടാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവര് നമ്മളിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. മേ ബി എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ നീ തിരിച്ചൊരു റിലേഷൻഷിപ്പിന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഒരു നല്ല സൗഹൃദമാണെങ്കിൽ നീ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ലോയൽറ്റി. ഒരു കമ്പാനിയൻ ആണെങ്കിൽ, ഒരു ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ ഹ്യൂമർ. ഓ, അത് ഭയങ്കര ഇതായിപ്പോഴോ. ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഹ്യൂമറും ഒരു കമ്പാനിയനിൽ ലോയൽറ്റി എന്നാണെങ്കിൽ രണ്ടിലും ഓക്കെ. എനിക്ക് കമ്പാനിയൻ ഹ്യൂമറിസ് ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഓ അത് ശരി. നീ അങ്ങനെ ഹ്യൂമർ ഒക്കെ സംസാരിക്കാൻ ഇഷ്ടപ്പെടും? അതായത് 24 മണിക്കൂറും ചിരിച്ചുകൊണ്ടിരിക്കണം ഞങ്ങൾ എന്നാണ് എന്റെ പ്രാർത്ഥന. യാത്രകളെ കുറിച്ചോ? യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. സോളോ ആണോ അതോ? സോളോ ഞാൻ പോവാറുണ്ട്. പിന്നെ ഗ്രൂപ്പിന്റെ കൂടെ. ഈ അടുത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അതെനിക്ക് എടുത്തു പറയാവുന്ന ഒരു ജേർണി ആയിരുന്നു. ഒരു ഷോന് വേണ്ടി പോയതാ. പെർത്തിലാണ് പോയത്. ഓക്കെ. പക്ഷെ നല്ലൊരു സ്ഥലം, നന്നായി എൻജോയ് ചെയ്തു. എനിക്ക് ശരിക്കും റിഫ്രഷ്ഡ് ആവാൻ പറ്റി. അത് പോയില്ലെങ്കിൽ വളരെ നഷ്ടമായേനെ. ഒരു പക്ഷെ സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ യാത്രകളൊക്കെ സംഭവിക്കുമായിരുന്നോ? സംഭവിക്കും. കാരണം എനിക്ക് യാത്ര ഇഷ്ടമുള്ള ആളാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ യാത്രകളൊക്കെ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് പോകാറുണ്ട്. കുലു മനാലി ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഹംപി. അന്ന് അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ പോകണം, അങ്ങനെ എന്റെ ഒരു പാത്ത് ഇതായിരിക്കണം എന്നൊക്കെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നോ? എനിക്കൊക്കെ കുറച്ചൊക്കെ സിനിമയിൽ വന്നതിന് ശേഷം ആൾക്കാരൊക്കെ ഇടപഴകിയതിനു ശേഷമാണ് ഈ ഒരു ധൈര്യം വന്നിട്ടുള്ളത്. അതിന് മുമ്പ് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ ലോകം, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഒരു സൗന്ദര്യം ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ പറയാം, സിനിമയിൽ വന്നതിന് അഭിനയം മാത്രമല്ല, ഇങ്ങനെ ഒരു വശം കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പം നീ അതിന് മുൻപേ അങ്ങനെ ഇതിനൊക്കെ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരാളാണോ അതോ സിനിമ മാറ്റിയതാണോ? സിനിമ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സിനിമ 10 വർഷമായി സിനിമയിൽ വന്നിട്ട് എന്തായാലും മാറ്റിയിട്ടുണ്ടാവുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും. ഫെയിം അല്ലാതെ നമ്മളിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ എന്തായിരിക്കും സിനിമ കാരണം? ഫെയിം ആൻഡ് മണി ഒബ്വിയസ് അതവിടെയുണ്ട്. കുറേ കൂടി എന്നെ അറിയാൻ പറ്റി. ഞാൻ ഇത്രയും ഓപ്പൺ ആയി ഈ ഇന്റർവ്യൂസിലൂടെയൊക്കെ ഞാൻ എന്നെ പറ്റി ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റ് ഒക്കെ ഞാൻ പിന്നീട് വീട്ടിൽ പോയി ആലോചിക്കും, ഓ അങ്ങനെ പറഞ്ഞു, അപ്പൊ അങ്ങനത്തെ ഒരാളാണ് അല്ലേ എന്നൊക്കെ. നമ്മൾ കുറച്ച് ബെറ്റർ ആവുന്നു എവിടെയോ. പഴയ വേർഷനേക്കാൾ അപ്ഡേറ്റഡ് ആവുന്നു. വേറെ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക സിനിമയിൽ വന്നതിന് ശേഷം? എനിക്ക് അങ്ങനെ എടുത്തു ചോദിക്കുമ്പോ അങ്ങനെ സിനിമയിൽ സൗഹൃദങ്ങൾ ഇല്ലാണ്ടാവുന്നത് അതൊരു പ്രൊഫഷണൽ സ്വഭാവത്തോടെ മാത്രം കാണുന്നുണ്ട്. എനിക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, മാനു, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. എല്ലാരും എന്റെ ചേച്ചി എന്റെ ഫ്രണ്ടാണ്. മാളു എന്റെ ഫ്രണ്ടാണ്. വല്ലപ്പോഴും ടെക്സ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യമല്ല സംഭവിക്കുന്നു. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് സിനിമയിലുണ്ടോ എന്ന് അറിയാനായിരുന്നു. അത് വിഷ്ണു ചേട്ടനും മാനുവും തന്നെയായിരിക്കും. ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും. എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് മനസ്സിൽ കാര്യങ്ങളില്? അതായത് പങ്കെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ബെസ്റ്റ് ആയിരിക്കണം എന്ന് കരുതുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ എല്ലാവരും ഒരേപോലെ തന്നെ ആസ്വദിച്ച് പോവാം എന്ന് കരുതുന്ന ഒരാളാണോ? എന്നെ പറ്റി പൊതുവെ എല്ലാവരും പറയാറുള്ള ഞാൻ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എന്നാണ്. അതെ. പക്ഷേ എനിക്ക് കോമ്പറ്റീഷൻ താല്പര്യമില്ല. വെറുതെ പ്രഷർ എടുക്കാൻ എനിക്ക് വലിയ പ്രഷർ. എനിക്ക് എന്റെ കൂടെ കോമ്പറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അത് ഞാൻ ഇന്നത്തെക്കാളും കുറച്ചുകൂടി നന്നായി ചെയ്തു. ആ ഒരു കോമ്പറ്റീഷൻ എന്റെ ഉണ്ട്. അത് പുറത്തേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മറ്റേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ശരി. വേറെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? വേറെ യാത്ര, ഇപ്പോ സിനിമ ഒബ്വിയസ് നമ്മുടെ പ്രൊഫഷനും പാഷനുമാണ്. യാത്രകൾ നമ്മളിപ്പോ സംസാരിച്ചു വന്നു. അതല്ലാതെയുള്ള ഇഷ്ടങ്ങള്? എഴുതാൻ ഇഷ്ടമാണ്. പിന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ, എക്സസൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ തന്നെ. സിനിമ ഭയങ്കരമായിട്ട് കാണും. വായിക്കും. കുക്കിംഗ് ഒക്കെ താല്പര്യം? കുക്കിംഗ് ഇഷ്ടമാണ്. എന്നാലും കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഒരു ആർട്ടാണ്. നമ്മുടെ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന. എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിരിക്കണം എന്നായിരിക്കുന്ന ആളാണോ? പെർഫെക്ഷനിസ്റ്റ് ആണ്. കുക്കിംഗ് ആർട്ട് എന്നൊക്കെ കണക്ട് ചെയ്തപ്പോ എനിക്ക് തോന്നി വെറുതെ കുക്കിംഗ് അല്ല, അത് കുക്ക് ചെയ്യുന്നതിനും സെർവ് ചെയ്യുന്നതിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഭംഗി വേണം, ചിട്ട വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ഇഷ്ടപ്പെട്ട ഡിഷോ അപ്പൊ ചോദിക്കുകയാണെങ്കിൽ? ബട്ടർ നാൻ ആൻഡ് ബട്ടർ ചിക്കൻ. ഇത് നീ കുക്ക് ചെയ്യോ? ഇല്ല, ഞാൻ പറയാണ്. ബട്ടർ ചിക്കൻ. ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആണ്. യോഗ ട്രൈ ചെയ്തിട്ടുണ്ടോ? യോഗ ട്രൈ ചെയ്തിട്ടുണ്ട്.
മെഡിറ്റേഷൻ അത് ഇടയ്ക്ക് ഒരു 2 മാസം ചെയ്യും, നിർത്തും. പിന്നെ കുറെ കാലം തിരക്ക് 2 വരുമ്പോ മാസം ചെയ്യും, break വരും. നിർത്തും. പക്ഷെ വർക്ക്ഔട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഓക്കെ. സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഈ ഹെൽത്ത് ഒക്കെ നോക്കുമ്പോൾ ഓയിലും അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നോക്കാറുണ്ട്. നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാന്ന് പറഞ്ഞല്ലേ? Yes. സെൽഫായിട്ട് കുക്ക് ചെയ്ത് ഏറ്റവും ആസ്വദിക്കുന്ന ഒരു ഫുഡ് എന്താ? ഞാൻ എഗ് ബുർജി, മറ്റേ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പനീർ ബുർജി, എഗ് ബുർജി. വേറൊരു കോഫി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്, അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ശരിയാ. എന്നാ അതിന്റെ പേര് അയ്യോ എന്തോ ഒരു കോഫി, പിന്നെ ചക്കക്കുരു ഷെയ്ക്ക്, ഇതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടികള്. ഓക്കെ. അപ്പൊ നിന്റെ പറയും എഗ് ബുർജി. എഗ് ബുർജി അതാവുമ്പോ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ പനീർ ബുർജി, പനീർ എഗ് ബുർജി. ഓക്കെ. പനീറും എഗ്ഗും സെർവ് ചെയ്യാറുണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ? ഞാനും അച്ഛനും അമ്മയും കല്യാണിയും അവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ടെന്ന് തോന്നുന്നു. ഫാമിലി ആയിട്ട് തന്നെയാണ് താമസിക്കുന്നത്? അതെ അതെ. അപ്പം അവിടെ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള, ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളെന്താണ് അവിടെ നിന്ന് മാറിയ ഒരു സ്പേസ് വേണം എന്ന് ആഗ്രഹിക്കാത്തത്? എനിക്ക് ഒറ്റമോൾ അതൊന്നും അല്ലല്ല, എനിക്ക് അനിയത്തിയുണ്ട്. ഓ, അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ട്. എനിക്ക് എന്താ വെച്ചാ മാറണം, ഞാൻ എപ്പോഴും മാറണം എന്ന് വിചാരിക്കും. പക്ഷെ അത് ഇങ്ങനെ വൈകി പോവാ. പ്ലാൻ ഉണ്ട്. നമ്മൾ ഈ ലൈഫിൽ പല ക്രൈസിസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമല്ലോ. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഓർമ്മയിലുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒട്ടും അവിടെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കാം, നമ്മളെ സഹായിച്ചത്, അല്ലെങ്കിൽ നമുക്കൊരു കൈ തന്നത്, അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് തന്നത്, ഏത് വിധത്തിലും ആവാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കാം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം അങ്ങനെ ആരെങ്കിലും ഓർക്കാനുണ്ടോ? ഈശ്വര, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഇല്ല ചേച്ചി. അങ്ങനെ ഉണ്ടാവാം, പക്ഷെ ഇപ്പൊ എനിക്ക് ചോദിക്കുമ്പോ ഏതെങ്കിലും ലൊക്കേഷനിൽ നമ്മളൊന്ന് ബുദ്ധിമുട്ടി നിന്നിട്ടുള്ള ഒരു അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അന്യഭാഷയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കോ ആക്ടർ ആവാം, ഡയറക്ടർ ആവാം, സീനിയർ ആയിട്ടുള്ള ആളാവാം. ഇപ്പൊ ഞാൻ ഗന്ധർവ എന്ന് പറഞ്ഞ സിനിമ തെലുങ്കില് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ഡയറക്ടറിനെ കിട്ടുക എന്നുള്ളത് വളരെ നല്ല ഒരു ഭാഗ്യമാണ്. അപ്പൊ ഞാൻ ഗന്ധർവ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഡയറക്ടർ ഭയങ്കര എന്നെ ഒരു മോളെ പോലെ കാണുന്ന ഒരു ഡയറക്ടറായിരുന്നു എനിക്ക് കിട്ടിയത്. അതെന്നെ പല രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സിനിമയില്. അപ്പോ അത് ഞാൻ ഓർക്കണു. എപ്പോഴെങ്കിലും നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വിധവും അതുകൊണ്ട് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഡയറക്ടർ വിചാരിക്കുന്ന ഒരു ആംഗിളും രണ്ടായി പോയിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ പോവാറില്ല. എന്താണോ അവരിന്ന് കിട്ടുന്ന കമാൻഡ് അതിനനുസരിച്ച് പെർഫോം ചെയ്യുക, അങ്ങനെയാണ് ഇഷ്ടം. എനിവേസ് ഇറ്റ് വാസ് നൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് മാറിയിട്ട് ഒരു ഗായത്രിനെയാണെന്ന് എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ എപ്പോഴും ഭയങ്കര ബബ്ലി ആയിട്ട് സംസാരിക്കുന്ന, വളരെ ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ വേറൊരു ഈ പറഞ്ഞ 30s ഷിഫ്റ്റ് ആണോ എന്താണ്, എന്നാലും ആ ഒരു സൈഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു ഡിയർ.